പാകിസ്ഥാനിൽ സൈനിക വാഹനത്തിനു നേരെ ആക്രമണം എന്നൊരു വാർത്ത വരുന്നുണ്ട്. 13 സൈനികർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് പിന്നിൽ തെഹ്രീക്കെ താലിബാൻ ആണെന്നാണ് പാകിസ്ഥാൻ സൈന്യം ആരോപിച്ചിരിക്കുന്നത്. ആസാദ് മണ്ഡി ബസാറിനടുത്ത് ഗുലാം ഖാൻ അതിർത്തിയിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പാകിസ്ഥാനിൽ എന്നും കുന്നും അതിക്രമവും വലിയ രീതിയിലുള്ള കലാപ സാധ്യതയും ഒക്കെയാണ് ഓരോ ദിവസവും നിൽക്കുന്നത്. നേരത്തെ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന മട്ടിലുള്ള വലിയ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അവിടെ തെഹ്രീക്ക് ഇൻസാഫിന്റെ പാർട്ടിയുടെ പ്രവർത്തകരൊക്കെ വന്ന് വലിയ രീതിയിൽ ഒരു ആക്രമണത്തിന് കോപ്പുകൂട്ടുന്നത് കണ്ടു. ഇപ്പോൾ സൈനിക വാഹനത്തിനെതിരെ ആക്രമണം നടന്നിരിക്കുന്നു. 13 സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാനിൽ. അപർണ, നമ്മുടെ അയൽ രാജ്യം വല്ലാതെ ഒരു കലാപ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് അല്ലേ? അവിടെ മൊത്തം അസ്വസ്ഥതയാണ്. അപർണ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഈ ആക്രമണത്തിന് പിന്നിൽ ഇതൊരു വലിയ സൈനിക വാഹന വ്യൂഹത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അസിം മുനീർ പാകിസ്ഥാന്റെ സർവാധിപത്യം ഏറ്റെടുത്തതിന് ശേഷം നടക്കുന്ന ഒരു വലിയ ആക്രമണമായാണ് പാകിസ്ഥാൻ ഇതിനെ കാണുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തം തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അത് സൈനിക വൃത്തങ്ങളിൽ നിന്ന് അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ മരണസംഖ്യ ഉയരുന്നു എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. 16 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു എന്നാണ് ഇപ്പോൾ അവരുടെ ഔദ്യോഗിക സൈറ്റുകളിൽ പറയുന്നത്. പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. ഇന്നലെ രാത്രിയിലാണ് സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. പതിയിരുന്ന ആളുകൾ കൂട്ടം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വാഹനത്തിന് തീയിടുകയും വെടിയുതിർക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൃത്യമായൊരു കാര്യം, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തർക്കം നിലനിൽക്കുന്നതിനിടെ ഉണ്ടാവുന്ന സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് ഇതിന് പിന്നിൽ താലിബാന്റെ ആരോപണവും അവർക്കുള്ള പങ്ക് പാകിസ്ഥാൻ ഇതിനോടകം തന്നെ ആരോപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അരുൺകുമാർ, ആ തരത്തിലായിരിക്കും ഇനി അങ്ങോട്ട് കാര്യങ്ങൾ പോകുക. എന്തായാലും അതിർത്തിയിലുള്ള ചർച്ചകൾക്ക് അയവുണ്ടാവില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ, സംഘർഷങ്ങൾക്ക് അയവുണ്ടാവില്ല എന്നുള്ള കാര്യങ്ങൾ ഏറെക്കുറെ ഉറപ്പായി. നമ്മുടെ അയൽ രാജ്യത്ത് സംഘർഷം ഉണ്ടാകുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു സത്യം. പക്ഷേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിക്ക് അവർ പ്രതിഫലം വാങ്ങുന്നു എന്നേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റും. പ്രത്യേകിച്ച് സൈനിക വാഹനത്തിന് നേരെയാണ് അതിക്രമം നടന്നിരിക്കുന്നത്. അത് നടത്തിയത് താലിബാനാണോ അതോ പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെയുള്ള ഈ തെഹ്രീക്കെ പോലെയുള്ള സ്ഥാപനങ്ങളാണോ എന്നുള്ളതാണ്. കാത്തിരുന്ന് കാണാം.